ബാക്ക്. നമുക്കൊരു ട്രിപ്പ് പോയാലോ? അതെ, എൻ്റെ ലൈഫിലെ ആദ്യത്തെ ലോങ് ട്രിപ്പ്. അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ നാടായിട്ടുള്ള മൂന്നാറിലോട്ട് തന്നെയാണ്. ഞങ്ങൾ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോയത് ഏറ്റുമാനൂർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. ആ അമ്പലം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ച ശേഷമാണ് നേരെ മൂന്നാർക്ക് വിട്ടത്. ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തൊരാഗ്രഹത്തിലൊന്നാണ് ഈ സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. മനസ്സിൽ നല്ല പേടിയും പുറമെ നല്ല ധൈര്യവും കാണിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ കയറി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും പറന്നങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എന്തോ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ പറന്നു പോയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ശരിയായി. അങ്ങനെ ഞാൻ പോയപ്പോൾ ധൈര്യം സംഭരിച്ച് എൻ്റെ അനിയനും എൻ്റെ അമ്മയും കൂടെ കയറിയിട്ടുണ്ട്. അവർക്ക് നല്ല ധൈര്യം ആയതുകൊണ്ട് പിന്നെ പേടിയും അലർച്ചയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഫ്ലൈൻ പൊക്കി തട്ടി കഴിക്കാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് ഈ സ്വിങ് കണ്ടത്. പക്ഷേ അവിടെ കയറാനുള്ള അത്ര ധൈര്യം എനിക്കും എൻ്റെ ഫാമിലിക്കും ആയിട്ടില്ലാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. അതുമല്ല, ഒരാൾക്ക് 600 രൂപയാണ് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം ഞാൻ ഇവിടെ വെച്ച് സാധിച്ചു. ആനപ്പുറത്ത് കയറുക എന്നുള്ളത്, അതായത് എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം, അത് ഞാൻ സാധിച്ചു. അത് ഇതുപോലെ തന്നെ നല്ല പേടിയുണ്ട് ഉള്ളിൽ. പക്ഷെ പുറമേ നമുക്കത് ചെയ്യണമല്ലോ, ചെയ്യാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ ഇത്രയൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങ് കയറി, ധൈര്യം സംഭരിച്ച് കയറി കഴിഞ്ഞ് ഇതങ്ങോട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്തോ പറയുക, എന്തോ ഒരു സംഭവം ഇങ്ങനെ കയറി വന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കറങ്ങി, 15 മിനിറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ടുണ്ട്. ആ റൗണ്ടിൽ ഇങ്ങനെ പോയി വന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോ എടുത്തു. പിന്നെ എന്താ പറയുക, ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒന്നും ഒരു ഫീലില്ല, പേടിയും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. അവരിയ്ക്കുന്ന സമയത്ത് പേടിക്കും എന്നുള്ളതല്ലാണ്ട് ഇപ്പം എനിക്ക് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. ഇനിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാവത്തില്ല, ആ ഒരു ലെവലാണ്. അമ്മയാണെങ്കിൽ എന്നെ അവിടെ ഇരുന്ന് കളിയാക്കി കൊല്ലാണ്. കാരണം വെച്ചാൽ ഞാനാണ് എടുത്ത് ചാടി വാ പോവാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ഞാനാണ് പുറകിരുന്ന് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ അമ്മയെ താഴോട്ട് പോകുന്നേ മുകളിലോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് കിടന്ന് അലറിക്കൊണ്ടിരുന്നത്. അമ്മ അവിടെ വടി പോലെ ഇരിക്കായിരുന്നു. ഒരു ഫീലും ഇല്ലായിരുന്നു. എനിക്കായിരുന്നു പേടി. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയാണല്ലോ അമ്മമാർ. അപ്പോൾ പിന്നെ ഇത്തിരി ധൈര്യമൊക്കെ ആവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറേ കൂടെ ദൂരം പോയതിന് ശേഷം നമ്മുടെ മൂന്നാറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് തേയിലത്തോട്ടങ്ങളുടെ നടുക്ക്. ആദ്യം നമ്മൾ പോകുന്നത് ഇരവികുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ടാണ്. അപ്പോൾ ആ വഴിയിലാണ് നമ്മൾ ഈ തേയിലത്തോട്ടം കണ്ടത്. അപ്പം നമ്മുടെ അമ്മയ്ക്കും ആൻറ്റിക്കും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ എടുത്തു കൊടുത്തു. ഇതെല്ലാം പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ, ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു പിന്നെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് ഫുള്ള് മലകളും കാടുകളുമാണ്. ആ മലകൾക്കാണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഒരു 1.5 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇടയ്ക്ക് കാട് വരും, ഇടയ്ക്ക് തേയിലത്തോട്ടം വരും, അങ്ങനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസും ചെറിയ ഇതുപോലുള്ള ആറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും, വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയത് ആദ്യത്തെ ആനയുടെ പുറത്ത് കയറുന്ന ഒരു സംഭവം, സിപ്പ് ലൈൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റേ വേണമല്ലോ. അങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ ഈ പോകുന്ന വഴിക്ക് എൻജോയ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി എൻജോയ് ചെയ്യും. പിന്നെ നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ വൈകുന്നേരം അങ്ങോട്ടായി.
നമുക്ക് ഈ സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടിയപ്പോൾ കേട്ടോ. അപ്പം ഈ മൂന്നാർ ട്രിപ്പ് പോകുന്നവർ, എവിടെ ട്രിപ്പ് പോകുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് സ്റ്റേയും കാര്യങ്ങളും നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അവിടെ ചെന്നിട്ട് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് വെച്ചുകൊണ്ട് പോകരുത്. കാരണം വെച്ചാൽ ഫുള്ള് ഞങ്ങൾ സെർച്ച് ചെയ്ത് പോയ ഒരു സമയത്ത് എല്ലാ റിസോർട്ടുകളും കാര്യങ്ങളും ഫുള്ളി ബുക്കിംഗ് ആണ്. ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചത് മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ നമ്മൾ കുറേ തപ്പിയാണ് ലാസ്റ്റ് ഒരു ചെറിയ റിസോർട്ട് കണ്ടുപിടിച്ച് നമ്മളവിടെ സ്റ്റേ ചെയ്തത്. അത് ഒരു ദിവസം മാത്രമേ സ്റ്റേ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറയാൻ, നമ്മൾ മുകളിലോട്ട് കയറും തോറും മഞ്ഞ് കൊണ്ട് മൂടിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ചില ഒരു സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ലോണം മൂടിയിരിക്കും. നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് പോകേണ്ടി വരും. എത്ര സമയമാണെങ്കിലും ഇപ്പം നമുക്ക് സമയം അറിയാൻ പറ്റത്തില്ല. ഇപ്പം രാവിലെ ഒരു 10 മണിയായാലും 11 മണിയായാലും ചില സ്ഥലങ്ങളിൽ മിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സ്പോട്ടാണ് നമ്മുടെ മൂന്നാർ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ മലയുടെ മുകളിലൊക്കെ എന്തോ ഇങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മഴക്കോള് വന്നിരിക്കുന്നതൊന്നുമല്ല, അത് മഞ്ഞാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനക്കോട്ടപ്പാറ എന്ന മറ്റൊരു സ്പോട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ കയറാൻ നിന്നില്ല, കാരണം സമയം അത്രയും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമുക്ക് സെർച്ച് ചെയ്യണമല്ലോ. നമുക്ക് സ്റ്റേ വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എവിടെയൊന്നും നിന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടു പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ നമുക്കൊരു സ്റ്റേ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ആ ഒരു വന്ന സമയത്തെന്ന് പറഞ്ഞാൽ നല്ല മഴയും കൂടെ ആയിരുന്നു. അപ്പോൾ മഴയത്ത് നമ്മൾ വന്ന് ഇറങ്ങി പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ വെച്ചു. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നൊന്ന് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം അത് അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാനുള്ളത്. അങ്ങനെ നമ്മൾ ഇതാണ് ഞങ്ങളുടെ റൂം, ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡും തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മുഴുവൻ 7 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 ബെഡ്റൂം എങ്കിലും വേണം. അതിൽ തന്നെ ഇപ്പോൾ നല്ല ഒരു വലിയ കട്ടിലും ഒരു ചെറിയ കട്ടിലോട്ട് ഒരു റൂമിൽ 3 പേർക്ക് കിടക്കാൻ പാകത്തിനുള്ള 3 റൂംസാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അവർ ഈ ഡിന്നർ ടൈം ആയപ്പോൾ നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ട് തന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു.